വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലെയേർഡ് ആയിട്ടുള്ള പൊറോട്ട എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ പൊറോട്ട ഇവിടെ വീശി അടിച്ചിട്ടും അടിക്കാത്തൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാനിവിടെ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പൊറോട്ട ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമായിരിക്കണം എടുക്കേണ്ടത്. തണുത്തതോ ചൂടുള്ളതോ ഒന്നും എടുക്കരുത്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പിൽ അല്പം വെള്ളം ബാലൻസ് വന്നു. ഇനി ഇത് നമുക്കൊരു കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആദ്യം നമുക്കിങ്ങനെ റോൾ ചെയ്യുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇച്ചിരി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് 2 കൈയും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വലിച്ച് നമ്മളിത് സോഫ്റ്റ് ആക്കി എടുക്കണം. ഏകദേശം 15 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് അല്പം എടുത്തിട്ട് ഒരു ഉരുളാക്കി ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒന്നിങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. പക്ഷേ ഉള്ളിൽ പൊട്ടിപ്പോവാൻ പാടില്ല. പൊട്ടാതെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണം. അതായത് ഒരു ലൈറ്റിന് ഓപ്പോസിറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റ് ഇങ്ങോട്ടേക്ക് കാണുന്ന രീതിയിലായിരിക്കണം. ഇതിന് വിൻഡോ പെയിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ വിൻഡോ എന്നൊക്കെ പറയട്ടോ. ഇനി ഞാനിവിടെ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് ഗീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മാവ് അതിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഈ ഓയിലൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഒരു നനഞ്ഞ ടവല് കൊണ്ടൊന്ന് കവർ ചെയ്തിടാം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മാവ് ഇച്ചിരി കൂടെ ലൂസാണെന്നുണ്ടെങ്കിൽ ഇത്ര വേണ്ടി വരില്ല. 2 മുതൽ 3 മണിക്കൂർ വെച്ചാൽ തന്നെ പൊറോട്ട തയ്യാറാക്കാൻ പറ്റും. ഞാനൊരു 5 to 6 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. ഒന്നുകൂടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കിയെടുക്കണം, ബോൾസ് ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കിയെടുക്കാം. അതിനായിട്ട് ബോൾസ് ആക്കാനായിട്ട് നമ്മൾ ഒരു ഉരുള എടുത്തതിന് ശേഷം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അതായത് ഇടത് കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഇടയ്ക്ക് വെച്ചിട്ട് വലത് കൈ കൊണ്ട് താഴേന്ന് പ്രസ് ചെയ്ത് നമുക്കിത് ബോൾ ആക്കിയെടുക്കണം. അങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ ബോൾസ് ആക്കിയെടുക്കാം. ഇനി ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തതിന് മുകളിൽ നമ്മൾ വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിൻ്റെ മുകളിൽ വീണ്ടും സ്പ്രെഡ് ചെയ്തിട്ട് 30 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് ഒന്നുകൂടെ സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് ഒന്നുകൂടെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാനിതോടെ എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പാണ് കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീശിയടിക്കാതെ ഇങ്ങനെ പൊറോട്ട തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. ഒരു ഉരുള എടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ കൈപ്പത്തി യൂസ് ചെയ്തിട്ട് വളരെ സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു കത്തി കൊണ്ട് നമുക്കിങ്ങനെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ഓയിൽ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്പൂണോ ഫോക്കോ വെച്ചിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വലിച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ റോൾ ചെയ്ത് എടുക്കണം. വളരെ സോഫ്റ്റായിട്ട് റോൾ ചെയ്യണം കേട്ടോ. വളരെ വല്ലാണ്ട്
ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ചെയ്ത് വളരെ സോഫ്റ്റായിട്ട് റോൾ ചെയ്ത് എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് വീശി അടിച്ചിട്ട് എങ്ങനെ ലെയറുകൾ ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് അങ്ങനെ രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വീശി അടിച്ചെടുക്കാം. ഇതുപോലെ അറിയുമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. എനിക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെയാണ്, വീശി അടിക്കുന്നതാണ്. എന്നിട്ട് ഇതിന് മുകളിൽ അതുപോലെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരറ്റം പിടിച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ അവിടെ ലെയറുകളൊക്കെ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 2 രീതിയിലും പൊറോട്ടയ്ക്ക് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. നമ്മുടെ കൈപ്പത്തി യൂസ് ചെയ്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ടിട്ട് നമുക്കിത് പൊറോട്ട തയ്യാറാക്കാം. വളരെ സോഫ്റ്റായിട്ടും വളരെ ലെയേർഡായിട്ടാട്ടോ നമുക്ക് പൊറോട്ട 2 രീതിയിലും കിട്ടുന്നത്. അതുപോലെ ഫസ്റ്റ് ഇട്ട സമയത്ത് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യുക, അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ. പിന്നീട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു മറിച്ചിടണം. അതായത് ഒരുപാട് സമയം ആ പാനിൽ വെക്കരുത്, അത് ഹാർഡായി പോവും. പെട്ടെന്ന് നമ്മൾ ചൂട് ആക്കിയെടുക്കുക. അങ്ങനെ ഞാനിവിടെ ഫസ്റ്റ് 4 പൊറോട്ട ഉണ്ടാക്കിയതിന് ശേഷമാണ് കൈകൊണ്ട് അടിച്ചെടുക്കുന്നത്. ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ചൂട് പോവാതെ ആദ്യത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 4 എണ്ണം ആയതിനു ശേഷം ഒരുമിച്ച് അടിച്ചതാണ്. അപ്പോൾ വളരെ ലെയേർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ലെയറുകളൊക്കെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീശി അടിച്ച പൊറോട്ടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിനും അത്യാവശ്യം നല്ല ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, അത്യാവശ്യം നല്ല ലെയറുകൾ ഈ പൊറോട്ടയ്ക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലും നമുക്ക് പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീശി അടിക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കത്തി യൂസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്ക ആളുകളുടെയും പ്രധാന പ്രശ്നം എന്താണെന്നറിയോ, പൊറോട്ട സോഫ്റ്റ് ആവുന്നില്ല എന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പൊറോട്ട സോഫ്റ്റായി കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും അങ്ങനെ ട്രൈ ചെയ്തു. അങ്ങനെയാണ് റെഡിയായി കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്